ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവന്ന ശുദ്ധജലം മുസ്ലിം ലീഗിന്റെ ചില കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ പരസ്യമായി നടുറോഡിൽ ഒഴുക്കിക്കളഞ്ഞ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈശ്വരവിശ്വാസികളുടെ ഒരു കൂട്ടായ്മ, ഒരു പ്രക്ഷോഭ കൂട്ടായ്മ നാളെ വൈകുന്നേരം 4:30 ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ കൂടുകയാണ്. എല്ലാ ഈശ്വരവിശ്വാസികളും അതുപോലെ തന്നെ ആചാരാനുഷ്ഠാന സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, നമ്മുടെ സംസ്കാരം മുറുകെ പിടിക്കുന്ന, നമ്മുടെ വരും തലമുറയെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ വിശ്വാസികളും കൃത്യമായും നാളെ വൈകുന്നേരം 4:30 ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിച്ചേരണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിതിൽ ഉപേക്ഷ വിചാരിച്ചാൽ, മറ്റെന്തെങ്കിലും ഒരു കാരണത്തിന്റെ പേരിൽ നമ്മൾ ഒഴിവാക്കി വിട്ടാൽ സഹനത്തിന്റെ നെല്ലിപ്പലകയിൽ നിൽക്കുകയാണ്. നമ്മുടെ വിശ്വാസങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടം മാത്രമാണ്. അല്ലാതെ ആരെയും വ്യക്തിപരമായോ രാഷ്ട്രീയമായിട്ടോ ഹനിക്കാനുള്ള ഒരു യത്നവും നമുക്കില്ല. നമ്മൾ ആരെയും ബുദ്ധിമുട്ടിക്കുന്നില്ല. പക്ഷെ നമ്മളെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങൾ തകർക്കാനുള്ള ഗൂഢശ്രമങ്ങൾ നടക്കുകയാണ്. അതിന്റെ ഭാഗമാണ് ഈ സംഭവിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം കേരള സർക്കാരിന് ദേവസ്വം ബോർഡിലൂടെ വൻ വരുമാനമുണ്ടാക്കുന്ന ഒരു ക്ഷേത്രമാണ്. പല തരത്തിലുള്ള നാട്ടുകളിൽ നിന്ന്, പല തരത്തിലുള്ള ഭാഷയിലുള്ളവരിൽ നിന്ന് വിശ്വാസികൾ എത്തിപ്പെടുന്ന ക്ഷേത്രമാണ്. അവിടെ സംഭവിച്ച ഈ വിഷയത്തിൽ നമ്മൾ ശക്തമായിട്ട് പ്രതികരിക്കണം. എല്ലാവരും കൃത്യമായി നാളെ വൈകുന്നേരം 4:30 എല്ലാ പ്രയാസങ്ങളും മാറ്റിവെച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കിഴക്കേ നടയിൽ എത്തിച്ചേരുക. നമുക്ക് ആരെയും ആക്രമിക്കാനോ സമരം ചെയ്യാനോ ഒന്നുമല്ല. ഒരു കൂട്ടായ്മ, ഒരു പ്രതിഷേധ കൂട്ടായ്മ, അതാണ് ഉദ്ദേശിക്കുന്നത്. വാഹന സൗകര്യമില്ല, വാഹന ചെലവിന് കാശില്ല എന്നുള്ളൊരു വിശ്വാസിയാണെങ്കിൽ, അയാൾ അടിയുറച്ചൊരു വിശ്വാസിയാണെങ്കിൽ വണ്ടി കയറി അവിടെ വരൂ. തിരികെ പോകാനുള്ള പണം ഞങ്ങൾ തരാം. നമ്മുടെ സമൂഹത്തിലെ വിശ്വാസികളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഈ യത്നത്തിൽ ദയവായി പങ്കാളികളാവുക, ഉപേക്ഷ വിചാരിക്കാതെ എന്ന് അഭ്യർത്ഥിക്കുന്നു. വിനയാന്വിതമായ നമസ്കാരം.